നമസ്കാരം. ഞാൻ ഇന്ന് വീഡിയോയിൽ വരാൻ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മെയിനായിട്ട് ഫയർ ഫൈറ്റിംഗ്, അതായത് ഫയർ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇപ്പോഴത്തെ AI കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് റോബോട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ ഫയർ ഫൈറ്റിംഗ് റോബോട്ട് എന്തിനാണ്? നമുക്ക് ഫയർ ഫൈറ്റേഴ്സ് ഇല്ലേ? അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ പോരെ, അല്ല മീൻസ് ഫയർ ഫൈറ്റേഴ്സ് ചെയ്താൽ പോരെ. അപ്പോൾ ഫയർ ഫൈറ്റേഴ്സ് സാധാരണ രീതിയിൽ അവർ ആക്ച്വലി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത്, അതായത് ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ കാറിലോ എല്ലാം തീ പിടിച്ച് കഴിഞ്ഞാൽ, ഫയർ വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ ബൈ ഹാൻഡ് കൊണ്ടാണ് അവർ വെള്ളം സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ആക്ച്വലി ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചില സമയം ജനങ്ങളോ അല്ലെങ്കിൽ ഈ ഫയർ ഫൈറ്റേഴ്സോ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാകും. മീൻസ് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈ ഫയർ ഫൈറ്റിംഗ് റോബോട്ടിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ഒരു ക്ലഫ് ഫസ്റ്റ് റോബോട്ടിക്സ് എന്ന കമ്പനി, അത് ജയ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. അവർ ഓൾറെഡി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഓൾറെഡി 40-48 പ്രൊഡക്റ്റ് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഈ 48 എണ്ണത്തിൽ 47 എണ്ണം നോർത്തിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഫയർ ഫൈറ്റിംഗ് റോബോട്ട് യൂസ് ചെയ്യുന്നത് ഒറീസ, അതായത് ഭുവനേശ്വറിലാണ്. അതായത് ഒറീസയിലാണ് 24 ഫയർ ഫൈറ്റിംഗ് റോബോട്ട് പല സ്റ്റേഷനിലായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഡൽഹിയിലാണ് 18 പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 18 ഫയർ ഫൈറ്റിംഗ് റോബോട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇപ്പം ഞങ്ങൾ സൗത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് സൗത്തിൽ യൂസ് ചെയ്യുന്നത് ബാംഗ്ലൂർ ഉള്ള കർണാടക ഫയർ സ്റ്റേഷനിൽ ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളതും റീസെൻ്റ്ലി. അപ്പോൾ ഓൾറെഡി ഇപ്പം ഫയർ ഫൈറ്റിംഗ് റോബോട്ട്സ് ഓൾറെഡി എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണാം. അതായത് എന്താണ് ഫയർ ഫൈറ്റിംഗ് റോബോട്ട്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു കോമ്പാക്റ്റ് ഡിസൈനാണ്. ഇത് ഫയർ ഫൈറ്റേഴ്സ് അല്ല, എനി പീപ്പിൾ, അതായത് ആർക്ക് വേണമെങ്കിലും ഇത് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. റിമോട്ട് കൺട്രോൾഡാണ്. നമുക്കൊരു മിനിമം 3 to 4 കിലോമീറ്റർ വരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന തെർമൽ ക്യാമറ ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഹൈ എൻഡ് തെർമൽ ക്യാമറ കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിൽ ഇൻപുട്ട് ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ അതിൽ ഇത് സ്റ്റെപ്പ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 45 ഡിഗ്രി ലെവലിൽ സ്റ്റെപ്പ് ക്ലെയിം ചെയ്യാൻ പറ്റും. റിമോട്ട് കൺട്രോൾ എന്ന് വെച്ചാൽ നമുക്ക് 1000 ലെവലിൽ മുകളിൽ, അതായത് നമുക്ക് ഡിപ്പെൻസ് അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ ഒരു വണ്ടി നമുക്ക് ടോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പാസിറ്റി വരെ ഈ പ്രൊഡക്റ്റിനുണ്ട്. അതേപോലെ നമുക്ക് മെയിനായിട്ടുള്ള വെച്ചാൽ ഇതിൻ്റെ വാട്ടർ മോണിറ്റർ സിസ്റ്റം, അതായത് 2000 to 3000 LPM ലെവലിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമുക്ക് മോണിറ്ററിൻ്റെ ഇതിൽ നമുക്ക് ആസ് പെർ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതൊരു ഇതുണ്ട്. പക്ഷേ ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സും ഉണ്ട്. അതേപോലെ മേക്ക് ഇൻ ഇന്ത്യ ആണ് മെയിൻ, 100% മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ പല കമ്പനികളും വേറെയും കമ്പനികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ പറഞ്ഞ 48 പ്രൊഡക്ട്സ് ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ സൗത്തിൽ യൂസ് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. സൗത്തിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ബാംഗ്ലൂരാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാ ഫയർ ഫൈറ്റേഴ്സും, അതായത് മെയിനായിട്ട് ഫയർ സ്റ്റേഷൻസ്, അതേപോലെ നമ്മൾ ബിൽഡിങ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, കൊച്ചി ഷിപ്പ് യാർഡ്സ്, സീ പോർട്സ്, ഇവിടെയെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഇതിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ലൈനിൽ വന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതായത് ഇതിൽ മോർ ഡീറ്റെയിൽസ് ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.